അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയ സഹോദരങ്ങളെ, സി.എച്ച്. മുസ്തഫയുടെ ഹദീസ് കൈകാര്യത്തിൽ സി.എച്ച്. മുസ്തഫയ്ക്ക് തന്നെ താൻ എന്താണ് പറയുന്നത് എന്ന് ഒരു നിശ്ചയമില്ല എന്നതാണ് വസ്തുത. ഒന്നിനുമില്ലൊരു നിശ്ചയം, വരുന്നോരോ ദശ വന്ന പോലെ പോം എന്ന ഒരു കവിതാശകലുണ്ടല്ലോ, എന്നതുപോലെയാണ് മുസ്തഫയുടെ അവസ്ഥ. മുസ്തഫ ഹദീസ് നിരൂപണത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിൽ പറയുന്നൊരു സംഗതിയുണ്ട്. ഞാനിത് ഹദീസിലെ നിരൂപണം നടത്തുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ഈ വിശുദ്ധ ഖുർആൻ ഇസ്ലാമിനെതിരിലുള്ള എല്ലാ ആരോപണങ്ങളും ഹദീസിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഹദീസ് നിരൂപണം നടത്തുകയും ഇസ്ലാമിക വിരുദ്ധമായ അല്ലെങ്കിൽ മാനവിക വിരുദ്ധമായ ഖുർആനിക വിരുദ്ധമായ ഹദീസുകൾ മാറ്റിവെക്കുകയും ചെയ്യേണ്ടതുണ്ട്. താൻ ഹദീസ് മൊത്തത്തിൽ നിഷേധിക്കില്ല. ഹദീസ് നിഷേധികളോട് തനിക്ക് താല്പര്യമില്ല. കാരണം ഹദീസ് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. എന്നാൽ ഹദീസ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ അറിവും കാഴ്ചപ്പാടും അനുസരിച്ച് അവർ രേഖപ്പെടുത്തി വച്ചു. അതിന് അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ മുസ്തഫ പറയുന്നത്. എന്നാൽ പിന്നെ പോയിട്ട് പറയണത് എന്താണ്? പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തിർമിദി, ഇബ്നു മാജ തുടങ്ങിയുള്ളവരൊക്കെ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. അവർ ഒരേ ഭൂപ്രദേശത്ത്, അടുത്തടുത്ത ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചു പോന്നിട്ടുള്ളവരാണ്. അവരൊക്കെ അനറബി പ്രദേശക്കാരായിരുന്നു. ഇവിടെ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഈ ഗൂഢാലോചന ആരുമായിട്ട് നടത്തിയതാണ്? ആർക്ക് വേണ്ടി നടത്തിയതാണ്? മുസ്തഫ പറയുന്നത് ഹിജ്റ 2-ാം നൂറ്റാണ്ടിന് ശേഷമാണ്, 3-ാം നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ രംഗത്ത് വരുന്നത്. എന്നിട്ട് ഈ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇവർ ഗൂഢാലോചന നടത്തുന്നത് 2-ാമത്തെ നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് 132 തകർന്നടിഞ്ഞു പോയ ഉമവി ഖിലാഫത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവരിവിടെ ഗൂഢാലോചന നടത്തുന്നു. ഈ ഗൂഢാലോചനയുടെ ഫലമായിട്ട് അവർ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഹദീസുകൾ എഴുതി ഉണ്ടാക്കുന്നു. ഈ ഹദീസുകൾ തീർത്ത് തള്ളപ്പെടേണ്ടതാണ്. ഈ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട ബുഖാരി അടക്കമുള്ള ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിനെയൊക്കെ താറടിച്ച് കാണിക്കാനാണ് ഇതൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് എന്നാണ് പിന്നീട് മുസ്തഫ പറയുന്നത്. അപ്പോൾ എന്താണ് മുസ്തഫ പറയുന്നതെന്ന് മുസ്തഫക്കും അറിയില്ല. മുസ്തഫയെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നേരത്തെ കേട്ടത് ഒരു കാതിലൂടെ കേട്ടു, മറ്റേ കാതിലൂടെ പുറത്തേക്ക് പോയി എന്നുള്ളതല്ലാതെ അവരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ മുസ്തഫയുടെ ഈ സംസാരത്തിലെ ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിച്ചു അത് പരിശോധിച്ചാൽ മുസ്തഫ യഥാർത്ഥത്തിൽ അയലുമ്മൽ കയറിയ കോയിൻ്റെ മാതിരിയാണ് എന്നാ മനസ്സിലാവുക. മുസ്തഫയ്ക്ക് എങ്ങോട്ട് നിൽക്കണം, ഹദീസിൻ്റെ കൂടെ നിൽക്കണമോ അതിന് വിരുദ്ധമായി നിൽക്കണമോ, ഇതിൽ തന്നെ മുസ്തഫയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമില്ല എന്നാണ് അത് മനസ്സിലാവുക. അതല്ലെങ്കിൽ ആദ്യത്തെ എപ്പിസോഡിൽ ആളുകളെ വശീകരിക്കാൻ വേണ്ടി ഇയാളെന്തോ കാര്യമായിട്ട് പറയാൻ പോകുന്നുണ്ട്. ഇയാൾ ഹദീസിൻ്റെ കാര്യത്തിൽ നിഷ്പക്ഷനാണ്. അയാൾ തീർത്ത് ഹദീസ് തള്ളിക്കളയുന്നില്ലല്ലോ. അപ്പോൾ അയാൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രോതാക്കളെ തൻ്റെ ഭാഗത്തേക്ക് ആകർഷിക്കുകയും അതുവഴി അവരെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തുകൊണ്ട് മുസ്തഫ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാലൊന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്നിട്ട് മുസ്തഫ പറയുന്നത് എന്താണ്? മുസ്തഫ പറയുന്നത് ഈ ഹദീസുകൾ അത് തീർത്ത് തള്ളിപ്പറയേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലുണ്ട്. അതിനാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഞാൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല മുസ്തഫ പറയുന്ന ഒരു സംഗതി, വിശുദ്ധ ഖുർആന് കുഴപ്പമൊന്നുമില്ല, അത് വച്ചിട്ട് ആളുകൾ ഖുർആനെ വിമർശിക്കുന്നില്ല. ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഹദീസുകൾ മുമ്പിൽ വെച്ചുകൊണ്ടാണെന്ന്. ഇത് വസ്തുതാപരമായിട്ട് ശരിയാണോ എന്ന് പരിശോധിച്ചാൽ തീർത്ത് തെറ്റാണ് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇവിടെ കേരളത്തിൽ നാസ്തികന്മാർ ഹദീസ് വെച്ചിട്ടല്ല കൂടുതലും അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നത് ഖുർആൻ വെച്ചിട്ട് തന്നെയാണ്.
മുസ്തഫ ഹദീസിൻ്റെ കാര്യത്തിൽ പറയുന്ന എന്തൊക്കെ വൈരുദ്ധ്യങ്ങളെ എന്നോ അല്ലെങ്കിൽ മാനവിക വിരുദ്ധമെന്നോ അല്ലെങ്കിൽ ബുദ്ധിക്ക് നിരക്കാത്തതെന്നോ ഒക്കെ പറയുന്നുണ്ടോ, ഇതൊക്കെ നിരീശ്വരവാദികളുടെ നാസ്തികന്മാരുടെ കാഴ്ചപ്പാടിൽ ഖുർആനിലുണ്ട്. അപ്പോൾ മുസ്തഫ പറയുന്ന തത്വമനുസരിച്ച് ഹദീസിനെ നിരാകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം ഖുർആനിനെയും തള്ളി പറയേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ അവിടേക്ക് ഇപ്പോൾ മുസ്തഫ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഭാവിയിൽ എത്താനൊക്കെ സാധ്യത ഉണ്ട്. എത്താതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മുസ്തഫ പറയുന്നത് എന്താണെന്ന് മുസ്തഫക്ക് തന്നെ ഒരു നിശ്ചയമില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ ഹദീസ് എഴുതി വച്ചിട്ടുള്ള അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ ശേഖരിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല, അവരെ തെറി പറയേണ്ടതില്ല എന്നൊക്കെയാണ്. എന്നാൽ ബുഖാരിയെ സംബന്ധിച്ചൊക്കെ മുസ്തഫ തന്നെ പറഞ്ഞിട്ടുള്ള തെറിപ്പാട്ടുകളോ, അതിനെ സംബന്ധിച്ച് എന്തായിരിക്കും മുസ്തഫക്ക് പറയാനുണ്ടാവുക? ഒരു ഭാഗത്ത് തെറി പറയേണ്ടതില്ല, അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല, അവരുടെ സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ നിരൂപണം നടത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുപോലും അസംബന്ധമാണ്. കാരണം ഒരു മുഹദ്ദീസ് അയാൾക്ക് കിട്ടുന്ന ഹദീസിൻ്റെ നിവേദക പരമ്പരയിൽ അവിടെ തന്നെ മുസ്തഫ പറയേണ്ടത് ഇവർ എഴുതി ഉണ്ടാക്കി എന്നുള്ള പ്രയോഗത്തിലാണ്. യഥാർത്ഥത്തിൽ ഇവർ എഴുതി ഉണ്ടാക്കുകയായിരുന്നുവോ, അതോ ഹദീസ് ഓരോ പണ്ഡിതനെയും ഹദീസ് പരിജ്ഞാനമുള്ള പണ്ഡിതന്മാരെ കണ്ടിട്ട് അത് ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ ഒരു ഹദീസായിരിക്കും ഉണ്ടാവാം, അല്ലെങ്കിൽ 10 ഹദീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 100 ഉണ്ടാവാം, 1000 ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടാവാം, കുറവുണ്ടാവാം. ഇങ്ങനെയുള്ള ആളുകളെ കണ്ട് അവരിൽ നിന്ന് ഹദീസ് ശേഖരിക്കുമ്പോൾ ഈ ഹദീസ് ആരിൽ നിന്നാണ് ഇവർ ഉദ്ധരിച്ചതെന്നും ആ ഹദീസ് ഉദ്ധരിച്ച ആളുകളുടെ ചരിത്രം എങ്ങനെയുള്ളതാണെന്നൊക്കെ അവർ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് പരിശോധിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള വാദം പോലും അബദ്ധമാണ്. കാരണം മുഹദ്ദിസുകൾ യഥാർത്ഥത്തിൽ ഇതിന് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത് തന്നെ ഫുഖഹാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഹദീസെ മാത്രം കിട്ടാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയാണെന്ന് നിൽക്കാം. അതുകൊണ്ട് ആ രംഗത്ത് അവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ഹദീസ് നിരൂപണം നടത്താമോ അല്ലെങ്കിൽ അത് പരിശോധിക്കാമോ എന്ന് ചോദിച്ചാൽ അതിനിവിടെ ആരും എതിരൊന്നുമല്ല. ഇന്നും ലോകത്ത് പണ്ഡിതന്മാർ ഹദീസ് പരിജ്ഞാനം അത് വിജ്ഞാനം അത് നേടുകയും ഹദീസിൻ്റെ സിഹത്തും ദോഫും അതിൻ്റെ പ്രാബല്യവും ദൗർബല്യവും ഒക്കെ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആളുകളൊന്നും പണ്ഡിതന്മാരാരും തന്നെ മുസ്തഫയെപ്പോലുള്ള ആളുകൾ പറയുന്നത് പോലുള്ള ഒരു ദുരാരോപണവും ഈ മുഹദ്ദീസുകളെ സംബന്ധിച്ച് ഉന്നയിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൈജ്ഞാനികമായ ചർച്ച ആണ് ഇവിടെ മുസ്തഫ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ മുസ്തഫയുടെ പല എപ്പിസോഡുകളും അത് കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടതാണ് എന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ ഉദ്ദേശിക്കുന്നത് ഈ നിരൂപണം എന്ന് പറയുന്ന കല അത് അതിൻ്റെ ശരിയായ രീതിയിൽ പ്രയോഗിക്കാനുള്ളതല്ല. അദ്ദേഹം നിരൂപണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നത് തെറിപ്പാട്ടാണ് എന്നുള്ളതാണ് വസ്തുത. അതിൽ തന്നെയും താൻ എന്താണ് നേരത്തെ പറഞ്ഞത് എന്ന് മുസ്തഫ പിന്നീട് ഓർക്കില്ല. പിന്നീട് നേരത്തെ പറഞ്ഞതിന് നേർ വിരുദ്ധമായിട്ടാണ് മുസ്തഫ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് മുസ്തഫയ്ക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ആ വീഴ്ച എങ്ങനെയോ സംഭവിച്ചു പോയതൊന്നുമല്ല, അത് ബോധപൂർവമുള്ളതാണെന്ന് വേണം മുസ്തഫയുടെ ഇതപര്യന്തമുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളും പഠനങ്ങളുമൊക്കെ കേട്ടാൽ നമ്മൾക്ക് ബോധ്യമാവുക. അങ്ങനെയുള്ളൊരു നിഗമനത്തിലെത്താനേ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹം തിരുത്തി പറയേണ്ടതുണ്ട്. താൻ പറഞ്ഞ അത്തരത്തിലുള്ള സംഗതികൾ അബദ്ധമായിരുന്നു, അത് ഞാൻ തിരുത്തുകയാണെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്ന് മാത്രമല്ല, മുസ്തഫ ഹദീസ് ഉദ്ധരിക്കുന്നു എന്ന് പറയുമ്പം തന്നെ ഏതൊരു ഉദ്ധരണിയും സാമാന്യമായിട്ട് വൈജ്ഞാനിക മേഖലയിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതി ഉദ്ധരണി ഏതിൽ നിന്ന് എടുത്തു എന്ന് പറയാമെന്നുള്ളത് ഒരു വൈജ്ഞാനിക സത്യസന്ധതയുടെ കൂടി പ്രശ്നമാണ്. ഇവിടെ മുസ്തഫയ്ക്ക് ഇല്ലാതെ പോയിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്ന് പറയും. എന്നാൽ ഈ ഹദീസ് എന്തിൽ നിന്നെടുത്തു? സഹീഹുൽ ബുഖാരിയിൽ നിന്നാണോ, സഹീഹ് മുസ്ലിമിൽ നിന്നാണോ, അബൂദാവൂദിൽ നിന്നാണോ? അദ്ദേഹത്തിന് ഏതോ നിലക്ക് അനുകൂലമാണെന്ന് തോന്നാവുന്ന ചില ഹദീസുകൾ പറയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ അത് തിർമിദിയിലുണ്ട് അല്ലെങ്കിൽ മറ്റേലുണ്ടെന്ന് പറയും. ഇതല്ലാത്ത ഒരു ഹദീസിനെ സംബന്ധിച്ചും അദ്ദേഹം ഈ ഹദീസ് എവിടെ നിന്ന് എടുത്തു എന്ന് പറയില്ല. ഇത് തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയില്ലായ്മയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ്. അപ്പോൾ
അദ്ദേഹം ഹദീസ് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഗുണം ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഇത് തൻ്റെ ശ്രോതാക്കളെ വസ്തുത മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി, സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അവരെ തൻ്റെ പക്ഷത്തേക്ക് അതുവഴി അവരെ ദുർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് മാത്രമേ ഒരു സാമാന്യ ശ്രോതാവിന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ മുസ്തഫ താൻ ആദ്യം പറഞ്ഞ ഹദീസ് സംബന്ധിച്ചുള്ള ഈ പരാമർശവും പിന്നീട് ഇവിടെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന പരാമർശവും തമ്മിലുള്ള വൈരുദ്ധ്യം അദ്ദേഹം മനസ്സിലാക്കുകയും അതിൽ തനിക്ക് തെറ്റുപറ്റി, അങ്ങനെയല്ല പറയേണ്ടിയിരുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത കാലത്തോളം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനാവുകയുള്ളൂ.